നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സാധാരണയായി ലക്ഷദ്വീപിന് വലിയ പ്രാധാന്യമൊന്നും ലഭിക്കാറില്ല. സാധാരണ യൂണിയൻ ടെറിട്ടറികളിലെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ലക്ഷദ്വീപിലെ തെരഞ്ഞെടുപ്പും അങ്ങ് കടന്നു പോകാറാണ് പതിവ്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ലക്ഷദ്വീപിനെ തേടിയെത്തിയ ഒരു കാലത്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായതിന് തൊട്ടു പിന്നാലെയാണ് ലക്ഷദ്വീപിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത്. അതിന് പുറമെ ഈ മാലിദ്വീപിലേക്ക് പോകേണ്ട സഞ്ചാരികൾ എല്ലാവരും ലക്ഷദ്വീപിനെ തേടി എത്തുമെന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ലക്ഷദ്വീപിലേക്ക് വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ പോലും എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആകെ ലക്ഷദ്വീപ് വാർത്തയിൽ നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ്. ഇതിനെല്ലാം വഴിവെച്ചതാവട്ടെ നരേന്ദ്രമോദിയുടെ സന്ദർശനമായിരുന്നു. അദ്ദേഹം അവിടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് നേടിക്കൊടുത്ത ഒരു മുന്നേറ്റം ചെറുതല്ല. എന്തായാലും ലക്ഷദ്വീപിൽ ഇത്തവണ തുടർച്ചയായി മൂന്നാം തവണയും അംഗത്തിൽ ഇറങ്ങുന്നത് നിലവിലെ MP കൂടിയായ NCPയിലെ മുഹമ്മദ് ഫൈസലാണ്. ഫൈസലിന്റെ പ്രധാനപ്പെട്ട എതിരാളി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ഹംദുള്ള സെയ്ദാണ്. ദ്വീപിൽ ഇത്തവണ കടുത്ത മത്സരം തന്നെ നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം 2014 1535 വോട്ടിനായിരുന്നു ഈ മുഹമ്മദ് ഫൈസൽ ഹംദുള്ള സെയ്ദിനെ പരാജയപ്പെടുത്തിയത്. 2019 വന്നപ്പോൾ ഈ ഭൂരിപക്ഷം വെറും 823 വോട്ടുകൾ ചുരുങ്ങുന്ന കാഴ്ച കൂടി രാജ്യം കണ്ടതാണ്. നമുക്കറിയാം 1967 മുതലാണ് ലക്ഷദ്വീപ് ഒരു പാർലമെന്റ് മണ്ഡലമാകുന്നത്. 2014 കണക്കനുസരിച്ച് വോട്ടർമാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ തന്നെ ഏറ്റവും ചെറിയ ഒരു ലോക്സഭാ മണ്ഡലമാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ K കോയ ആയിരുന്നു ദ്വീപിൽ നിന്നുള്ള ആദ്യത്തെ പാർലമെന്റ് പ്രതിനിധി. പിന്നീട് 1971 മുതൽ 2004 വരെ തുടർച്ചയായി കോൺഗ്രസിന്റെ MP ആയ PM സയ്യിദ് ലക്ഷദ്വീപിനെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുകയും ചെയ്തു. അതേസമയം 2004 വലിയൊരു ട്വിസ്റ്റിന് ദ്വീപ് സാക്ഷിയാവുന്നുണ്ട്. കാരണം JDUവിന്റെ സ്ഥാനാർത്ഥിയായ P പോക്കുഞ്ഞി അന്ന് വിജയിച്ചു കയറി. നമുക്കറിയാം 2004 ഈ JDU NDA സഖ്യത്തിനൊപ്പമായിരുന്നു നിലകൊണ്ടിരുന്നത്. 2009 PM സെയ്ദിന്റെ മകൻ ഹംദുള്ള സെയ്ദിനെ ആയിരുന്നു കോൺഗ്രസ് രംഗത്തിറക്കിയത്. പിതാവിനെ തോൽപ്പിച്ച ഈ JDUവിന്റെ P പൂക്കുഞ്ഞിയെ ഹംദുള്ള സെയ്ദ് പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പിലും മുഹമ്മദ് ഫൈസൽ ഹംദുള്ളയെ പരാജയപ്പെടുത്തി വീണ്ടും പാർലമെന്റിന്റെ പ്രതിനിധിയായി വന്നു. നിലവിൽ എന്തായാലും ലക്ഷദ്വീപിന്റെ മത്സര ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ NCP ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ NCP ഏത് പാളയത്തിലേക്ക് എപ്പോൾ ചേക്കേറുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം അത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അജിത് പവാർ മാത്രമേ NDAയുടെ കൂടെ ഉള്ളൂ എങ്കിൽ പോലും ഒരുപക്ഷെ ഇനി അവശേഷിക്കുന്ന ശരത് പവാറും പക്ഷവും കൂടി ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതകൾ വിരളമല്ല. അതിനോടൊപ്പം തന്നെ പണ്ട് ദ്വീപിൽ നിലനിന്നിരുന്ന ഒരു മോദി വിരുദ്ധ വികാരമുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ചില വികാരങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതൊക്കെ നമ്മൾ സേവ് ലക്ഷദ്വീപ് എന്ന പേരിൽ കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ചതുമാണ്. പക്ഷെ പിന്നീട് ദ്വീപിന്റെ തലവര മാറുന്ന ഒരു കാഴ്ച കണ്ടു. ദ്വീപിലേക്ക് കൂടുതൽ വികസനം എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി മോദിയും കൂട്ടരും നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ലക്ഷദ്വീപിലെ പൊതു തെരഞ്ഞെടുപ്പിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. എന്തായാലും ലക്ഷദ്വീപിലും മറ്റ് ഇടങ്ങളിലെ പോലെ തന്നെ വളരെ സജീവമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.